രാത്രിയായപ്പോൾ പിന്നെ ഒടുക്കത്തെ വിശപ്പ്, പിന്നൊന്നും നോക്കിയില്ല, ബൈക്ക് എടുക്കുന്നു, അങ്ങ് വിടുന്നു. അബിയാണെങ്കിൽ അവൻ്റെ ഒരു എക്സ്പൾസ് കൊണ്ട് ഒടുക്കത്തെ ഷോ. ഈ ഹെൽമെറ്റ് ഇട്ട് വണ്ടി ഓടിക്കുന്നതാണ് ഞാൻ, അതിൻ്റെ ബാക്കിലാണ് എൻ്റെ വീഡിയോഗ്രാഫർ. അങ്ങനെ തുടക്കം തന്നെ പാളി, ഒടുക്കത്തെ മഴ. ഇറങ്ങുമ്പോഴുണ്ടായ ആവേശത്തിൽ ഒരുത്തനും റെയിൻ കോട്ട് പോലും എടുത്തിട്ടില്ല. മഴ വന്ന് അടപടെല്ലാം പ്ലാൻ നിർത്തൂല, സെറ്റ്. ഇത് പിന്നെ അങ്ങനെ ഒരുത്തൻ എവിടെ പോയാലും പിന്നെ വിശപ്പ് സഹിക്കാൻ പറ്റത്തുണ്ടോ ഒന്നും നോക്കിയില്ല, മഴയത്ത് തന്നെ ബൈക്ക് എടുക്കുന്നു, അങ്ങ് വിടുന്നു. അടുത്തുള്ള ഏതോ ഒരു റെസ്റ്റോറൻറ്റ് കണ്ടു, അങ്ങ് ഇവിടെ നിർത്തി. ബൈ ദ വേ, ദിസ് ഈസ് അവർ സഞ്ജിക്കുട്ടൻ, നേരത്തെ പറഞ്ഞ അബി. നിങ്ങളുടെ കൂട്ടത്തിലുണ്ടാവും ഇതുപോലെ ഒരുത്തൻ. ഇവനാണവൻ. രാത്രി 10 മണിയായാൽ ഇവന് വിശക്കാൻ തുടങ്ങും. ഇവൻ്റെ മെയിൻ ഹോബി എന്താണെന്ന് വെച്ചാൽ ഫുഡിൻ്റെ റീൽ മറ്റുള്ളവർക്ക് അയച്ചു കൊടുത്തിട്ട് അവർക്കും വിശപ്പുണ്ടായി കൊടുക്കും. ഇവരെ കണ്ടപ്പോൾ പിന്നെ എനിക്കിതാ തോന്നിയത്. ഇതെന്താണ് യൂണിഫോം? അങ്ങനെ ആ നീണ്ട 20 മിനിറ്റിൻ്റെ കാത്തിരിപ്പിന് ശേഷം ആ ഫുഡ് അങ്ങെത്തി. പിന്നൊന്നും നോക്കിയില്ല, എടുക്കുന്നു, അടിക്കുന്നു. ആ റൊമാലി റൊട്ടിങ്ങ് മാറ്റുമ്പോൾ കിട്ടുന്ന ആ അൽഫാമിൻ്റെ ഫീല്, എൻ്റെ മോനെ, അതൊരു വേറെ തന്നെ ഫീലാണ്. അങ്ങനെ ഞങ്ങളൊക്കെ ഫുഡ് കഴിച്ചിരുന്നു. ഇവനാണെങ്കിൽ ഒടുക്കത്തെ കോള് നിർത്തുന്നില്ല. അങ്ങനെ സഞ്ജിക്കുട്ടൻ ബില്ലൊക്കെ സെറ്റിൽ ചെയ്തു. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടി പോകുമ്പോഴാണ് ഇവൻ പറഞ്ഞത് നമുക്ക് ഇൻഫോ പാർക്ക് വരെ ഒന്ന് പോകാം. ഞങ്ങളുടെ റൂമിൽ നിന്ന് ഇൻഫോ പാർക്കിൻ്റെ എൻട്രൻസിലേക്ക് ഏകദേശം 1 കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ. ബട്ട് റോഡിലാണെങ്കിൽ മെട്രോയുടെ പണിയെടുക്കുകയായിരുന്നു, ഒടുക്കത്തെ ചളിയും. പിന്നെ കുറച്ച് നേരം മുന്നോട്ട് പോയപ്പോൾ തന്നെ മഴ കിട്ടി. അങ്ങനെ ഇൻഫോ പാർക്ക് എന്ന പ്ലാൻ അവിടെ ഉപേക്ഷിച്ചു, നേരെ റൂമിലേക്ക് തിരിച്ചു വന്നു. അങ്ങനെ എല്ലാം കഴിഞ്ഞ് റൂമിലേക്ക് എത്തുമ്പോഴേക്കും സമയം 12 മണി കഴിഞ്ഞു. പിന്നൊന്നും നോക്കിയില്ല, പുതപ്പെടുക്കുന്നു, മൂടിപ്പൊഴിച്ച് കിടക്കുന്നു. അപ്പോൾ അടുത്തിടെ കാണുമ്പോഴേക്കും ഗുഡ് ബൈ.